എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അക്കൈനോ അവനാണെങ്കിൽ ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റൻസിനെ എല്ലാം തന്നെ അങ്ങനെ ഐസാക്കി മാറ്റിയിരിക്കുകയാണ്. ബ്ലാക്ക് ബിയർഡ് എന്തെങ്കിലും ചെയ്താൽ അവരെല്ലാവരും തകർന്നില്ലാതാവും. ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ ടെററായിട്ട് ഇപ്പോൾ അക്കൈനോട് പറയും, നിന്റെ മനസ്സിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. നിന്റെ വേദനയുടെ കാരണക്കാരൻ അതാ അവക്കിജി അല്ലേ. അവന്റെ മുൻപിൽ നീ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് നീ ഇപ്രകാരം ചെയ്യുന്നത്. അത് കേൾക്കേണ്ട താമസം അക്കൈനോ അവൻ കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് പോലും ഐസാക്കി മാറ്റും. ബ്ലാക്ക് ബിയർഡിനാണെങ്കിൽ കാര്യം വഷളാകാണെന്ന് മനസ്സിലാവും. സോ അവനും ഇപ്പൊ അവന്റെ പവർ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ബ്ലാക്ക് ബിയർഡ് നല്ല ഫോഴ്സിൽ നിലത്താഞ്ഞ് പഞ്ച് ചെയ്യും. അപ്പൊ അവൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചില ഐസുകളൊക്കെ അങ്ങനെ തകർന്ന് വീഴുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് സീൻ കാണിക്കും. നെക്സ്റ്റ് സീനിൽ ബ്ലാക്ക് ബിയർഡും അവക്കിജിയും അവർ രണ്ടുപേരും ഫൈറ്റ് ഒക്കെ മാറ്റി വെച്ച് ഇപ്പൊ ഹായ് ആയിട്ട് ഡ്രിങ്ക്സ് അടിക്കുകയാണ്. അവരാണെങ്കിൽ ഫൈറ്റ് ഒക്കെ മാറ്റി വെച്ച് അവർക്കിടയിൽ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല അവക്കിജി ലോക്ക് ചെയ്ത് വെച്ചിരുന്ന അവന്റെ അസിസ്റ്റൻസിനെ എല്ലാവരെയും നോർമലാക്കി മാറ്റും. ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റിനെ കുറിച്ച് അക്കൈനോട് ചോദിക്കും. അതിനവൻ പറയും, അവക്കിജി അവന്റെ അറ്റാക്കിൽ എനിക്കൊരു കാല് നഷ്ടപ്പെട്ടു. എന്റെ അറ്റാക്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റി. പക്ഷെ ആ ഒരു തോൽവി അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ബ്ലാക്ക് ബിയർഡിന്റെ ഒരു അസിസ്റ്റന്റ് പോണോഗ്ലിഫിനെ കുറിച്ച് ഇപ്പൊ അവരോട് പറയുക, ഈ ലോകത്ത് തന്നെ 4 വലിയ റോഡ് പോണോഗ്ലിഫാണ് ഉള്ളത്. അതിലൊന്ന് ബിഗ് മോമിന്റെ കയ്യിലും മറ്റൊന്ന് കൈഡോയുടെ കയ്യിലുമാണ്. മൂന്നാമത്തേത് അത് നെഞ്ചിൽ തഴമ്പുള്ള ഫ്രൂട്ടിന്റെ പവറുള്ള ഒരാളുടെ കയ്യിലാണ്. അത് കേൾക്കേണ്ട താമസം അക്കൈനോ ആണെങ്കിൽ അവന്റെ ഷർട്ടൂരി നെഞ്ചിലുള്ള ആ ഒരു അടയാളം കാണിച്ചു കൊടുക്കുകയാണ്. അത് കേട്ട് ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ബ്ലാക്ക് ബിയർഡ് പറയും, നീയല്ല, ഇത് മറ്റൊരുവനാണ്. അവന് ഡെവൽ ഫ്രൂട്ടിന്റെ പവറുണ്ട്. നേവിയെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുവനാണ് അവൻ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോണോഗ്ലിഫ് അത് നേവിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ബാക്കി ആർക്കും തന്നെ ആ ഒരു വൺ പീസിലേക്ക് എത്താൻ കഴിയില്ല. കിജി, നിനക്ക് ഇതുപോലുള്ള റോഡ് പോണോഗ്ലിഫുകളെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കിജി ആണെങ്കിൽ ബ്ലാക്ക് ബിയർഡിനോട് പറയും, ഞാൻ ആ വോഹാറ ഐലാൻഡിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്തതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള റോഡ് പോണോഗ്ലിഫുകളൊന്നും തന്നെ ഇതുവരെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. ആകെ ഓർമ്മയുള്ളത് റോബിൻ രക്ഷപ്പെടുത്തിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയുമാണ്. അവർ രണ്ടുപേരെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ചാമ്പ്യൻ ആണെങ്കിൽ ഇപ്പൊ അവന്റെ കഥ കേട്ട് പൊട്ടിച്ചിരിക്കും. അതേസമയം ലോംഫിറ്റ് അവൻ നൈസായിട്ട് ബ്ലാക്ക് ബിയർഡിനോട് പറയും, ഈ അവക്കിജിയുടെ പവർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൽക്കാലം അവനുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡീലിൽ പോകുന്നതാണ് നമുക്ക് നല്ലത്. ആ പവർ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ബിയർഡിന്റെ പവർ അതെങ്ങനെ അടിച്ചു മാറ്റിയോ അതുപോലെ തന്നെ ഇവന്റെ പവറും നമുക്ക് അടിച്ചു മാറ്റാന്ന് അവൻ നൈസായിട്ട് പറയും. അത് കേട്ട അവക്കിജി ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് ബ്ലാക്ക് ബിയർഡിനെയും അവന്റെ കുറച്ച് അസിസ്റ്റൻസിനും ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും ഐസാക്കി മാറ്റുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തന്നെ ചീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ ഒരു പരാജയം അതെനിക്ക് സഹിക്കാനായിട്ട് കഴിയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റന്റ് അവനാണെങ്കിൽ അവക്കിജിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് പോകും. അത് കണ്ട ബ്ലാക്ക് ബിയർഡ് അവനെ പിടിച്ചു മാറ്റി ഇപ്പൊ അവക്കിജിയോട് സോറി പറയും. ഐ എം സോറി. സത്യത്തില് ഞങ്ങൾക്ക് നിന്റെ പവർ ഒരുപാട് ഇഷ്ടമാണ്, അത് ആവശ്യമുള്ളതാണ്. വൈറ്റ് ബിയർഡിന്റെ പവർ ഞാൻ അടിച്ചു മാറ്റി. അതുപോലെ തന്നെ കുറച്ച് പവർ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് കരുതി ഒരു കാരണവശാലും നിന്റെ പവർ അത്തരത്തിലെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അസിസ്റ്റന്റ് ഒരു മണ്ടത്തരം പറഞ്ഞതാണ്. അത് ആ സെൻസിൽ മാത്രമേ നീ കാണാൻ പാടുള്ളൂ. ഓൾറെഡി നിന്നെ ഇപ്പൊ നേവിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിന്നെ തേടി ഒരുപാട് അപകടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സോ നിനക്ക് ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ പോവാണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ടീമിൽ ചേരാം. അത് കേട്ട് ബ്ലാക്ക് ബിയർഡിന്റെ ടീംമേറ്റ്സും അക്കൈനോവും എല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കാവും. നിന്നെ ഓൾറെഡി ആ നേവിക്കാര് പുറത്തേക്ക് എടുത്തെറിഞ്ഞു. ഇനി നിനക്ക് ഏത് ഫ്ലാഗിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അക്കൈനോ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഒരു പൈററ്റ്സ് ടീമിലെ മെമ്പർ ആവില്ല. മാത്രമല്ല നിന്റെ അസിസ്റ്റൻസിനെ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടിങ് തന്നെ ഞാൻ അവരെ അറ്റാക്ക് ചെയ്തതെന്ന് പറയും. പക്ഷെ ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ വിടില്ല. എൻ്റെ കൈ പിടിച്ച് പറയും, തീർച്ചയായിട്ടും നേവിക്കാരെ പോലെ ഞങ്ങൾ നിന്നെ പുറത്താക്കില്ല. നീ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഞാൻ എൻ്റെ അസിസ്റ്റൻസിനെ വെറും അസിസ്റ്റൻസ് ആയിട്ട് മാത്രമല്ല കാണാറ്. ഞങ്ങൾ എല്ലാവരും ഒരു ടീമിലെ മെമ്പേഴ്സാണ്. ഇന്നു മുതൽ നീയും ഞങ്ങളുടെ ടീമിലെ മെമ്പറാണെന്ന് പറയും. അത് കേട്ട് അക്കൈനോ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കും. അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. അവക്കിജി എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്നും ബ്ലാക്ക് ബിയർഡുമായിട്ട് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യം എല്ലാം തന്നെ ഇപ്പോ കാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവക്കിജി ആണെങ്കിൽ ഒരു നിമിഷം അവൻ നേവിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തതും അതിനുശേഷം ബ്ലാക്ക് ബിയർഡിന്റെ കൂടെ അലയൻസ് ക്രിയേറ്റ് ചെയ്തതും അതെല്ലാം ആലോചിക്കും. അതിനുശേഷം അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഉറപ്പിനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കൺട്രോൾ പോവും. ഓ നോ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കും. മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ നീ ഐസാക്കി മാറ്റിയ ആ നേവി അഡ്മിറൽ ലേഡിയെ അവളെ നോർമലാക്കി മാറ്റണം. അതിനുശേഷം കണ്ണാടി പയ്യനെ എന്നോടൊപ്പം അയച്ച് നീയും തിരികെ നേവിയിൽ വന്ന് ചേരണം. ഇനി ഒരു തവണ പോലും ഇങ്ങനെ
ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നീ ചെയ്യാനായിട്ട് പാടില്ല, ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറയും. പക്ഷെ അക്കൈനോ ആണെങ്കിൽ തീർത്ത് പറയും, എന്നെക്കൊണ്ട് ഇനി ടിവിയിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. മാത്രമല്ല ഈ പെൺകുട്ടിയെയും കണ്ണാടി പയ്യനെയും ഞാൻ ബാക്ക് ടു നോർമൽ ആക്കില്ല, അവനെ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ഐസ് പവർ പുറത്തെടുക്കും. ഇതെന്റെ ലൈഫാണ്, ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ഐസ് പവർ ഉപയോഗിക്കും. അതേസമയം കാർപ്പാണെങ്കിൽ ആളുടെ ഫയർ പവർ അതങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് നിന്റെ തലയ്ക്ക് 2 കൊട്ടിന്റെ കുറവുണ്ട്, അത് തന്ന് നിന്നെ ഞാൻ തിരികെ കൊണ്ടുപോകുന്നു പറയും. കാർപ്പ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവക്കിജി അവന്റെ ഐസ് പവർ വെച്ച് മൊത്തത്തിൽ കാർപ്പിനെ ലോക്ക് ചെയ്യുകയാണ്. അത് കണ്ട് ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റൻസും ആ പൈററ്റ്സും ഒക്കെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. കാർപ്പ്, എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ പഴയ അസിസ്റ്റൻ്റായ എന്നെ നീ ഒന്നും ചെയ്യില്ല എന്ന്. നിങ്ങളുടെ പവറൊക്കെ എക്സ്പയർ ആയി, അതുപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് അവനൊരു ഐസ് ക്യൂബ് ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം കാർപ്പ് ആളുടെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് അങ്ങനെ ഐസ് തകർക്കാനായിട്ട് ആരംഭിക്കുകയാണ്. കാർപ്പാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ഐസുകൾ മുഴുവൻ തകർത്ത് പുറത്തേക്ക് ചാടി വരും. അത് കണ്ട് ആ വില്ലന്മാർ 1 സെക്കൻഡ് ഫ്രീസ് ആവും. ഇവിടെ അക്കൈനോ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഐസ് ക്യൂബ്സ് ക്രിയേറ്റ് ചെയ്ത് ആൾക്ക് നേരെ വലിച്ചെറിയും. അതിന് കാർപ്പാണെങ്കിൽ കൈകൊണ്ട് തട്ടി അത് അവന്റെ ദേഹത്തേക്ക് തന്നെ തെറിപ്പിച്ച് വിടുകയാണ്. ആരും കൈവിട്ടു പോവാണെന്ന് മനസ്സിലാക്കിയ അക്കൈനോ അവൻ ചെറിയ പീസ് ഐസ് ക്യൂബ്സ് ആൾക്ക് നേരെ വലിച്ചെറിയും. അതിനുശേഷം ഒരു വലിയ ഐസ് ക്യൂബ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ കയറി കാർപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ കാർപ്പ് അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടി തിരിഞ്ഞു വന്ന് ആ ഐസിൽ ആഞ്ഞടിച്ച് അത് തകർക്കും. കാർപ്പാണെങ്കിൽ ഞൊട്ടിയിടയിൽ അക്കൈനോയുടെ കാല് പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുവരാണ്. അക്കൈനോ ആണെങ്കിൽ അവന്റെ പവർ അങ്ങനെ കൂട്ടിക്കൂട്ടി കാർപ്പിനെ ഫ്രീസ് ആക്കാൻ ശ്രമിക്കും. പക്ഷെ അതെല്ലാം തന്നെ പൊളിഞ്ഞ് പാളീസാവും. കാർപ്പ് അക്കൈനോയെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അട്ടി. ആ ഒരു അടിയിൽ ആ ഒരു ഭാഗം മുഴുവനായിട്ടും തകർന്ന് അക്കൈനോ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവനങ്ങനെ താഴേക്ക് പോകുന്തോറും കാർപ്പിനെ തന്നെ നോക്കും. കട്ട് ചെയ്താ ഇവിടെ ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ ന്യൂ വേൾഡില് മറ്റൊരു ഐലാൻഡിൽ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അവന്റെ ചുറ്റും ബ്ലഡ് അങ്ങനെ റെഡായി കിടക്കുകയാണ്. ക്യാമറ സൂം ചെയ്ത് ലോയെ കാണിക്കും. അവർ രണ്ടുപേരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇപ്പൊ ലോ അവനങ്ങനെ മൊത്തത്തിൽ ഡിസ്ട്രോയ് ആയിട്ട് ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ബ്ലാക്ക് ബിയർഡിനാണെങ്കിൽ അപ്പോഴും അവന്റെ കലി അടങ്ങില്ല. ലോഡ് ആ കപ്പല് അത് മുഴുവനായിട്ട് മുകളിലേക്ക് ഉയർത്തിയെടുത്ത് താഴെയിട്ട് പൊട്ടിച്ചെതറിക്കുകയാണ്. അതിനുശേഷം സ്ലോ മോഷനിൽ അവൻ ലോഡ് അടുത്തേക്ക് കടന്നു വരും. നീ അടിച്ചു മാറ്റിയ 100 ഹാർട്സിന്റെ ഉടമസ്ഥര് അവർ 100 പേരും ഇപ്പോൾ ഉള്ളത് പൈററ്റ് ഐലാൻഡിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച് പേടിച്ചാണ് ഓരോ ദിവസവും അവരവിടെ കഴിയുന്നത്. അവർക്ക് ഗിഫ്റ്റായിട്ട് നിന്റെ ഹാർട്ട് അത് ഞാൻ എടുക്കട്ടെ ചോദിച്ച് അവന്റെ ട്രേഡ് സ്മൈല് അതങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് കരടിക്കുട്ടൻ അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ലോയെ പ്രൊട്ടക്ട് ചെയ്യണം ചിന്തിച്ച് അവസാനമായിട്ട് അവന് കൊടുത്ത ആ ഒരു കിഴി അത് കയ്യിലെടുക്കുകയാണ്. അവനാണെങ്കിൽ ആ ഒരു കിഴി തുറക്കും. അതിനകത്തുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ ചോപ്പർ കഴിക്കുന്ന അതേ റബ്ബിൾ ബോൾ. അവൻ അവസാനമായിട്ട് പറഞ്ഞത് ഇത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ളത് 50-50% മാത്രമാണ്. സോ അവനാണെങ്കിൽ പ്രതീക്ഷയോടുകൂടെ അത് എടുത്ത് കഴിക്കും. അടുത്ത നിമിഷം അത് വർക്കൗട്ടായി അവൻ ജയന്റായി മാറും. ഇവിടെ ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ ലോയുടെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ അവന്റെ അടുത്തേക്ക് കടന്നു വരും. അടുത്ത നിമിഷം നമ്മുടെ കരടിക്കുട്ടൻ അവനങ്ങനെ ചാടി വീണ് ബ്ലാക്ക് ബിയർഡിനെ ചവിട്ടി തെറിപ്പിക്കും. ചുറ്റുമുള്ളവരെ എല്ലാവരെയും അവനങ്ങനെ ഷൂട്ട് ചെയ്ത് താഴെയിട്ട് കരടിക്കുട്ടൻ താഴേക്ക് വീഴുകയാണ്. എന്ത് വില കൊടുത്തും എനിക്ക് എന്റെ മാസ്റ്ററിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഒരുപാട് ബുദ്ധിമുട്ടി ആളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരും. ലോ ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അപ്പൊ അവൻ സ്പീഡിൽ എവിടേക്കോ മൂവ് ചെയ്യുന്നതായിട്ട് അവന് ഫീൽ ചെയ്യും. കടലിലൂടെ നമ്മുടെ കരടിക്കുട്ടൻ ലോയെ തൂക്കിയെടുത്ത് അങ്ങനെ നല്ല സ്പീഡിൽ സ്വിം ചെയ്ത് പോവാണ്. ലോയ്ക്കാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ അവരെ അവിടെ ഉപേക്ഷിച്ച് പോവാൻ മനസ്സ് വരില്ല. അതിന് കരടി പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളുടെ അസിസ്റ്റൻസ് ആണ്, ഞങ്ങൾക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അപ്പൊ ദൂരത്തായിട്ട് ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റന്റ് അവനാണെങ്കിൽ വലിയൊരു കല്ല് അത് ഇപ്പോ ലോയ്ക്ക് നേരെ തൂക്കി എറിയാണ്. കരടിയാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം അവൻ വീണ്ടും ഒരുപാട് കല്ലുകൾ പുറഞ്ച് എറിയും. ബ്ലാക്ക് ബിയർഡിനാണെങ്കിൽ ദേഷ്യം കൂടി വരും. കാരണം അവന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ലോ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. അവൻ ടെററായി ലോയെ തന്നെ നോക്കും.